ഓരോരുത്തർ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും വാഹനം നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റിയറിംഗ് കയറി മുറുകെ പിടിക്കും. ഇപ്പൊ നമ്മൾ പൊട്ടത്തരമല്ലേ കാണിച്ചത്? നമ്മളെന്താ പറഞ്ഞത്? വണ്ടി നിർത്താനാണ്. പലരും ഈ വീഡിയോ കണ്ടോട്ട് ഇപ്പൊ ചിരിക്കുന്നുണ്ട്. ശരിയാണല്ലോ, ഞാനും എന്നോട് നിർത്താൻ പറയുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് കയറി മുറുകെ പിടിക്കാറുണ്ടല്ലോ. പലർക്കും ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും കുത്തുകൊള്ളും. ഞാൻ നിങ്ങളെ ആരെയും അധിക്ഷേപിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗും ഗിയറും പഠിച്ച ഡ്രൈവർ ആയെന്ന എന്നാൽ സ്റ്റിയറിംഗും ഗിയറിലുമാണോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നത്, അതോ ഈ 5 എണ്ണത്തിൽ വേറെ എന്തെങ്കിലും ആണോ? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമുക്ക് തന്നെ മനസ്സിലാകും ഇന്നതിലാണ് കൂടുതൽ കാര്യങ്ങൾ, ഇന്നത് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം പേടി കൂടാതെ ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. അതായത് നമ്മൾ സ്റ്റിയറിംഗ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് എന്തിനൊക്കെ ഉപയോഗിക്കും? ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. പലരും നമ്മൾ പറയും ഈ പ്രായമല്ല, ഇനി നടക്കുകയല്ല, പിന്നെ പ്രായമുള്ള അമ്മച്ചി അല്ല അപ്പച്ചനാന്ന് പറഞ്ഞിട്ട് ആ വണ്ടി കയറി തനിയെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിരിയുന്നില്ലല്ലോ, അവരുടെ കൈയും കാലും ഇന്നടത്തിനടുത്ത് കൊണ്ടെന്ന് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അല്ല സ്വിച്ചെല്ലാം പിടിച്ച കാര്യങ്ങളൊന്നും തിരിയുന്നില്ലല്ലോ, അത് സ്റ്റിയറിംഗ് തന്നെ പിടിച്ചാലല്ല, അവരുടെ കൈ ചെന്ന സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടല്ലേ ആ വണ്ടി തിരിയുന്നത്. ഇന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതെന്തിന്റെയൊക്കെ ഉപയോഗങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ഒരു കാരണവശാലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിത് പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനത്തിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്തവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ്. വാഹനം ഓടിച്ച് എക്സ്പേർട്ടായ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണണമെന്നേ ഇല്ല. ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഓടിക്കാത്തവരും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങുന്നുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാൾ കൊണ്ട് ലൈസൻസ് കയ്യിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഓടിക്കാൻ ഓടിക്കണമെങ്കിൽ പേടി കൂടാതെ ഓടിക്കണമെങ്കിലും ഈ 5 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സ്റ്റിയറിംഗും ഗിയറും ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അപ്പൊ സ്റ്റിയറിംഗ് എന്തിനൊക്കെയാണെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗിയർ എന്തിനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആക്സിലേറ്റർ എന്തിനാണെന്ന് മനസ്സിലാക്കുക. ബ്രേക്ക് ക്ലച്ച് എന്തിനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ, കാരണം നമ്മളൊരു വളവുകൾ വരുന്ന സമയത്ത്, കാരണം നമ്മളെ 99% ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതും സ്റ്റിയറിംഗും ഗിയറും പഠിച്ച ഡ്രൈവർ ആയെന്ന എന്നാൽ സ്റ്റിയറിംഗും ഗിയറിലുമാണോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നത്, അതോ ഈ 5 എണ്ണത്തിൽ വേറെ എന്തെങ്കിലും ആണോ? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് അടങ്ങുന്നുണ്ട്, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും ഇന്നതിലാണ് കൂടുതൽ കാര്യങ്ങൾ, ഇന്നത് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം പേടി കൂടാതെ ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. അതായത് നമ്മൾ സ്റ്റിയറിംഗ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? നമുക്കൊരു വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് തിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ബ്രേക്ക് എന്തിനാണ്, ക്ലച്ച് എന്തിനാണ്, ആ സൈഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്ക് ഗിയർ അതുപോലെ തന്നെ പലരും പറയും റിവേഴ്സ് ഇടാന്, ഫസ്റ്റ് ഇടാന്, അതുപോലെ തന്നെ തേർഡ് ഇടാന്, ഇതൊക്കെ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും എന്നെല്ലാം സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എല്ലാം ഇത്. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് എന്തിനാണെന്ന് ഉപയോഗിക്കുന്നതും ഗിയർ എന്തിനാണ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ആക്സിലേറ്റർ നമ്മൾ പലരും പഠിച്ചു വെച്ചിരിക്കുന്ന സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ആക്സിലേറ്റർ എന്നാണ്. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ ഇപ്പൊ കാല് നമ്മുടെ ആക്സിലേറ്ററിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സിലേറ്ററുമായിട്ട് ബന്ധമുള്ളൂ. ആക്സിലേറ്ററെ കാലില്ലെങ്കിൽ പിന്നെ ആക്സിലേറ്ററുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ നമ്മൾ ആക്സിലേറ്ററിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്ത് മാത്രമേ സംഭവിക്കത്തുള്ളൂ? സ്പീഡ് കൂടത്തെ മാത്രമേ ഉള്ളൂ. ആക്സിലേറ്ററെ തൊട്ടാൽ തിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആക്സിലേറ്റർ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഗിയർ ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ ആക്സിലേറ്റർ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടാനും കഴിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോന്നിലും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതിനകത്തിൽ എന്തൊക്കെ അടങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലച്ചിൽ എന്തൊക്കെ അടങ്ങുന്നുണ്ട്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും,
ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കൊന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ 79 വയസ്സുള്ള ആ ഒരു അമ്മച്ചിക്കും ഞാൻ ആ പ്രാക്ടീസ് കൊടുക്കും. നിങ്ങൾ അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. പലരും നമ്മളോട് പറയും ഈ പ്രായമല്ല ഇനി നടക്കുകയല്ലെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഇതുപോലൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവര് വണ്ടി ഓടിക്കുന്നത്, അവർ ആ ഡ്രൈവിംഗ് സീറ്റോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് പിടിച്ചാൽ വണ്ടി നിൽക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ പ്രായമുള്ള അമ്മച്ചി അല്ല അപ്പച്ചനാന്ന് പറഞ്ഞിട്ട് ആ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ തിരിയുന്നില്ലല്ലോ. അവരുടെ കൈയും കാലും ഇന്നടത്തിന്റെ അടുത്ത് കൊണ്ടെന്ന് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ. അല്ല സ്വിച്ചല്ലോ പിടിച്ച കാര്യങ്ങളൊന്നും തിരിയുന്നില്ലല്ലോ. അത് സ്റ്റിയറിംഗ് തന്നെ പിടിച്ചാലല്ല, അവരുടെ കൈ ചെന്ന സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടല്ലേ ആ വണ്ടി തിരിയുന്നത്. ഇന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്യണം എന്ന് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ കയ്യിരിക്കുന്ന വണ്ടി ഏതാണെന്ന് പ്രശ്നമില്ല. നമുക്ക് എത്ര നാളാ ലൈസൻസ് കിട്ടിയെന്നും കാര്യമില്ല. കാരണം 10 വർഷമായിട്ട് ലൈസൻസ് എന്റെ കയ്യിലുണ്ട്. ഇന്നലെ ഞാൻ ലൈസൻസ് എടുത്തു. രണ്ടുപേരും ഡ്രൈവിംഗ് സീറ്റിൽ കയറത്തില്ല, സെയിം അല്ലേ. പിന്നെ നമുക്ക് അവിടെ പ്രായം ചോദിക്കണ്ട, നമ്മുടെ കയ്യിരിക്കുന്ന ലൈസൻസ് ചോദിക്കണ്ട, കയ്യിരിക്കുന്ന വണ്ടി ഏതാണെന്നും എന്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ലൈസൻസ് ഉണ്ടോ എന്നും സ്വന്തം വണ്ടി ഉണ്ടോ എന്നും മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പൊ ഈ സ്വന്തം വണ്ടിയുണ്ട്, ലൈസൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കുക എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള ഇടയിലുള്ള കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മളെ ബ്രേക്ക് നമ്മൾ ഒന്ന് സ്പർശനം ഉണ്ടെങ്കിലേ ബന്ധമുള്ളൂ. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെറുതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാഹനം നിൽക്കില്ല. എന്ത് സംഭവിക്കും? സ്ലോ ആകും. നമ്മൾ ആ ബ്രേക്കിലോട്ട് തൊട്ട് കഴിഞ്ഞാൽ തിരിയത്തില്ല. അതുപോലെ നമ്മൾ വെറുതെ ഒന്ന് ബ്രേക്കിലോട്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഗിയർ ഇടാൻ കഴിയില്ല. അതുപോലെ നമ്മൾ ബ്രേക്കിലോട്ടൊന്ന് വെറുതെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാനും കഴിയില്ല. പിന്നെ നമ്മൾ ഒന്നുകൂടെ ബ്രേക്കിൽ വെച്ചെന്താ സംഭവിക്കുക? വാഹനം നിൽക്കും. അപ്പൊ വണ്ടിയുടെ ബ്രേക്ക് എന്തിനു വേണ്ടിയിട്ടാ? സ്ലോ ചെയ്യാനും നിർത്താനുമാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഗിയറും സ്റ്റിയറിംഗും നമ്മളെ പഠിപ്പിച്ച കാരണത്താൽ നിങ്ങൾ എന്തിനും ആശ്രയിക്കുന്ന ആരെയായിരിക്കും? സ്റ്റിയറിംഗിനെയും ഗിയറിനായിരിക്കും. നമുക്ക് സ്റ്റിയറിംഗ് എത്ര പരിപാടിയുണ്ട്? തിരിക്കാൻ മാത്രമേ ഉള്ളൂ, അത് തൊട്ടില്ല ബന്ധമില്ല. ഇപ്പൊ ഇതാ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കും, വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പൊ സ്റ്റിയറിംഗ് എന്തിനാ? ഇത് തിരിക്കാൻ. അപ്പൊ ഈ പലരും എന്ത് ചെയ്യും? എല്ലാത്തിനും ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ കാരണത്താൽ ഓരോരുത്തർ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും വാഹനം നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റിയറിംഗ് കയറി മുറുകെ പിടിക്കും. ഇപ്പൊ നമ്മൾ പൊട്ടത്തരമല്ലേ കാണിച്ചത്? നമ്മളോട് എന്താ പറഞ്ഞേ? വണ്ടി നിർത്താനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? കാരണം പലരും ഈ വീഡിയോ കണ്ടോട്ട് ഇപ്പൊ ചിരിക്കുന്നുണ്ട്. ശരിയാണല്ലോ, ഞാനും എന്നോട് നിർത്താൻ പറയുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് കയറി മുറുകെ പിടിക്കാറുണ്ടല്ലോ. പലർക്കും ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും കുത്തുകൊള്ളും. ഞാൻ നിങ്ങളെ ആരെയും അധിക്ഷേപിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുത്തുവോ അല്ല. നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവുമ്പോൾ ശരിയാണല്ലോ, എന്റെ കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത് നമുക്ക് പലർക്കും തോന്നും. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ വാക്കുകളും എല്ലാ കാര്യങ്ങളും എല്ലാരെയും കുത്തണമെന്നില്ല. കാരണം അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോരുത്തരോട് നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യം എന്റെ മിസ്റ്റേക്ക് ആണല്ലോ, ഈ ഒരു കാര്യം എന്റെ മിസ്റ്റേക്ക് ആണല്ലോ എന്നുള്ളത്. കാരണം നമുക്ക് തന്നെ ഇപ്പൊ മനസ്സിലാക്കി, സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കണ്ട് വീല് തിരിയുന്നുള്ളല്ലോ, വണ്ടി നിൽക്കില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ പലരും എന്ത് ചെയ്യും? ഈ വീഡിയോ കാണുന്ന സമാനത്തിനകത്ത് പകുതി ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? വാഹനം നിർത്താൻ പറഞ്ഞതിനെ ഗിയറിലേക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പൊ ഇവിടെ ചിരിക്കുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. കാരണം നമുക്ക് ഗിയർ നമുക്ക് തന്നെ അറിയാം, ഗിയർ എന്തിനു വേണ്ടിയിട്ടാ എന്നുള്ളത് നമുക്ക് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഗിയറെ പിടിച്ചാൽ വണ്ടി നിൽക്കുന്നുണ്ടോ? കാരണം നിർത്താനാണ് എന്നോട് പറഞ്ഞത്, ഗിയറെ പിടിച്ചാൽ നിൽക്കുന്നില്ലല്ലോ. ഇങ്ങനെ ക്ലച്ചിന്റെ കാര്യങ്ങളും എന്തിനൊക്കെയാണ് ക്ലച്ച് എന്നും എന്തിനൊക്കെയാണ് സ്റ്റിയറിംഗ് എന്നും എന്തിനൊക്കെയാണ് ബ്രേക്ക് എന്നും എന്തിനൊക്കെയാണ് ആക്സിലറേറ്റർ എന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രായമെന്നില്ല വീഡിയോ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. എന്നാലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താം. നല്ലൊരു ടോപ്പിക്കുമായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.